ചോദിക്കും ഈ പുല്ലൊക്കെ നിറഞ്ഞിട്ട് ആകെ പറമ്പ് നശിക്കില്ലേ? ഇല്ല, നല്ല മരങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് സന്ദീപേട്ടൻ ആളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പോത്താൻ സന്ദീപേട്ടൻ അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളതാണ്, മരം വളർന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പുല്ലുകളൊന്നും പറ്റില്ല. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മരം വളർന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പുല്ലുകൾ വരില്ല, പുല്ല് വന്ന് കാടാവില്ല. നിങ്ങൾ അത് പേടിക്കണ്ട. അപ്പം മരം വെച്ച് പിടിപ്പിക്കുക, വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ആ മരം നമുക്ക് തണലേക്കും. അപ്പം ആ മരം തണലേകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ എന്താ പറയുക, വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ആയിരുന്നു അവിടെ തന്നെ ഇരുന്ന്. അപ്പം ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും, അതിൻ്റെ അടിയിൽ പുല്ലുകളൊന്നും തന്നെ വരില്ല, പുല്ലുകളൊന്നും വരില്ല. അപ്പോൾ ഒരു പ്രത്യേക സുഖം നമുക്കുണ്ടാകും, പ്രത്യേക ഒരു അനുഭവം. ഞാനെവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് ഇത് എല്ലാവരും വൈകുന്നല്ലോ പ്രൊമോട്ട് ചെയ്യാൻ അതൊന്നുമല്ല കേട്ടോ. ഇങ്ങോട്ട് ഒന്നൊരാളും പറഞ്ഞു, നമ്മളുടെ വീടിന് ചുറ്റും നമുക്ക് പറ്റാവുന്ന മരങ്ങൾ വെച്ച് ചേച്ചി വീടിൻ്റെ ഫ്രണ്ടിൽ ടൈല് വിരിക്കുന്ന സംവിധാനങ്ങൾ അതൊക്കെ നിർത്തുങ്ങൾ. കാരണം ആ സൂര്യൻ്റെ ചൂട് ആ ടൈലിൽ തട്ടി ആ ടൈലിൽ നിന്നുള്ള ചൂട് കൂടെ വീട്ടിലേക്ക് ഒരു വീടിൻ്റെ ചമരണ്ട് പഴുത്ത്. പക്ഷെ നിങ്ങളിതൊന്നും അറിയില്ല, കാരണം നിങ്ങൾ കൃത്രിമമായ തണുപ്പിനുള്ളിൽ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ഫാൻ. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മളുടെ എൻ്റെ ഒക്കെ ഓർമ്മ കാലത്ത് അത്യാവശ്യം കാശുള്ളവരുടെ വീട്ടിൽ രണ്ട് കുളം ഉണ്ടാവും. ഒന്ന് കിഴക്കപ്പുറത്ത് ഒന്ന് പടിഞ്ഞാപ്പുറത്തുണ്ടാവും. എൻ്റെ വീട്ടിലൊരു കുളം ഉണ്ടാവും. ആ കുളം നികത്തി ഇപ്പം എന്താ വീട് വെച്ച അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അന്ന് ഞങ്ങൾക്ക് വീടുണ്ടെങ്കിലും വീടിൻ്റെ പടിഞ്ഞാപ്പുറത്ത് ആ കുളം ഉണ്ടായിരുന്നു. അന്നും ഇന്നും സ്ഥലങ്ങളൊന്നേ ഉള്ളൂ. അപ്പം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള കുളങ്ങളും സാധനങ്ങളൊക്കെ ഇപ്പോൾ കൽപ്പൊടി, ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കല്ലിനെ ഇളക്കി കൽപ്പൊടിയാക്കി കൽപ്പൊടി കൊണ്ടുവന്ന് ഇവിടെ ഇടുമ്പോൾ പിന്നെ ഈ കൽപ്പൊടി ഇവിടെ ഉറച്ച് അത് മൂക്കണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും, 19 വർഷമൊക്കെ പിടിക്കും. അപ്പം ഇപ്പം അതിലെ കളികൾ ഇറങ്ങിയിട്ട് വെള്ളം മഞ്ഞ കളറാ. എന്ത് ചെയ്യാൻ, സഹിക്കാൻ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രകൃതി അവിടെ നിൽക്കുന്നിടത്ത് നിന്നോട്ടേന്ന്, ആ നിൽക്കുന്നിടത്ത് നിന്നിട്ട് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ സംരക്ഷിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്ര മനോഹരമാണ് നമ്മളുടെ പ്രകൃതി. കാണുന്നില്ലല്ലേ, ഞാൻ അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ ആ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. ആ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പ്രകൃതിയെ കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ കൽപ്പൊടി സാധനങ്ങളെ വെട്ടി കല്ല് സാധനങ്ങളൊക്കെ വെട്ടിയിട്ട് പെരയൊക്കെ പണിയണം, പെര പണിയാനൊക്കെ കല്ല് വേണം, ഇല്ല എന്ന് പറയില്ല. പക്ഷെ ഈ കൽപ്പൊടി കൊണ്ടുവന്നിട്ട് കുളങ്ങളിൽ നിന്നിടാം,